ബിഗ് ബോസ് മലയാളം സീസൺ 7. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ വോട്ടിംഗ് റിസൾട്ടിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ വോട്ടിംഗ് യുദ്ധം നല്ല രീതിയിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഓരോ മത്സരാർത്ഥികളും അവരുടെ ആ ഒരാഴ്ചയുടെ സേഫ് ആവാൻ വേണ്ടി അവരുടെ വോട്ടിംഗ് നില നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുമുണ്ട്. അതേ കണക്ക് തന്നെ ഇടിവ് സംഭവിച്ച ആൾക്കാരുമുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഹോട്ട്സ്റ്റാർ കയറി വോട്ടുകൾ രേഖപ്പെടുത്തി ഈ ആഴ്ച അവരെ സേഫ് ആക്കുക. കൂടാതെ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ദയവായി ലൈക്ക് കൂടെ ചെയ്തേക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിലോട്ട് നമുക്ക് കടക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ തികഞ്ഞിരിക്കുകയാണ്. താങ്ക് യു, എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് വോട്ടിങ്ങിലോട്ട് കടക്കാം. യാതൊരു മാറ്റവുമില്ല. ഒന്നാം സ്ഥാനത്ത് കരിമോൾ തന്നെ തുടരുകയാണ്. 17,679 വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത് അനിമോളെ ആരും വെട്ടിക്കാനില്ല എന്നുള്ള വോട്ടിംഗ് പോരാട്ടമാണ് അനിമോൾ കാഴ്ചവെക്കുന്നത്. തൊട്ടുപുറകെ ഞാൻ രണ്ടാം സ്ഥാനമാർഗം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് കോമണർ നമ്മുടെ സ്വന്തം അനീഷേട്ടൻ രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. അനീഷേട്ടന് 15,001 വോട്ടിൻ്റെ അധികം ഭൂരിപക്ഷത്തിൽ രണ്ടാം പൊസിഷനിൽ അനീഷേട്ടൻ തുടരുന്നു. തൊട്ടുപുറകെ മൂന്നാം സ്ഥാനത്ത് അനീഷുണ്ടെങ്കിൽ ഞാനുമുണ്ടെന്ന് വിചാരിച്ച് ഷാനവാസ് മൂന്നാം പൊസിഷനിൽ തുടരുന്നു. രണ്ടും ചങ്ക് ബ്രഡീസാണ്. 14,321 വോട്ട് നേടി ഷാനവാസ് മൂന്നാം പൊസിഷനിൽ തുടരുന്നു. ഷാനവാസിന് നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. നാലാം പൊസിഷനിൽ നോറയാണ് തുടരുന്നത്. 14,310 വോട്ട് നേടി ഷാനവാസിനെ വെട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോറയുടെ വോട്ടിംഗ് റിസൾട്ട് അത്രയും കയറുന്നുണ്ട്. ഈ മണിക്കൂറിൽ നല്ല രീതിയിൽ നോറയ്ക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട്. തൊട്ടുപുറകെ അഞ്ചാം പൊസിഷനിൽ ഗ്രിസേൽ തക്കറയാണ് തുടരുന്നത്. 13,340 വോട്ട് നേടി ഗ്രിസേലിന് നല്ല രീതിയിൽ വോട്ടിംഗ് മുന്നേറ്റം മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ കണ്ടൻറ്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചാൽ ഗ്രിസേലിന് നല്ല രീതിയിൽ വോട്ടിംഗ് കയറാനുള്ള ചാൻസുമുണ്ട്. തൊട്ടുപുറകെ ആറാം സ്ഥാനത്ത് ആദിലയാണ് തുടരുന്നത്. 12,211 വോട്ട് നേടി ആദില ആറാം സ്ഥാനത്ത് തുടരുന്നു. ആദിലേക്ക് നല്ല രീതിയിൽ വോട്ടിംഗ് ഇടിവ് ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ട്. വോട്ടിംഗ് ഗ്രാഫുകൾ അത്രയും കുത്തനായിട്ട് ഇടിയുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നാലും സേഫ് സോണിലാണ്. തൊട്ടുപുറകെ ഏഴാം സ്ഥാനത്ത് രേണുസുതിയാണ് തുടരുന്നത്. രേഷ്മ പി തങ്കച്ചൻ 12,200 വോട്ട് നേടി. രേഷ്മ പി തങ്കച്ചനും സേഫ് ആയിട്ടുണ്ട്. സേഫ് പൊസിഷനിലാണ് രേഷ്മ പി തങ്കച്ചൻ. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. തൊട്ടുപുറകെ എട്ടാം സ്ഥാനത്ത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ചിലപ്പോൾ 6ാം സ്ഥാനത്തേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം രേഷ്മ പി തങ്കച്ചൻ ഈ മണിക്കൂറുകൾ കണ്ടുന്നുണ്ട്. 12,200 വോട്ട് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ള ആദിലയുമായിട്ട് കയറി പോവാൻ. എന്തായാലും നമുക്ക് നോക്കാം. തൊട്ടുപുറകെ അഭിലാഷ് 11,999 വോട്ട് നേടി സേഫ് പൊസിഷനിലായിട്ടുണ്ട്. അഭിലാഷിന് നല്ല രീതിയിൽ വോട്ട് മുന്നേറ്റം ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നുണ്ടെങ്കിലും ചെറിയുള്ള വോട്ടിംഗ് ഇടിവും കണ്ടുവരുന്നുണ്ട്. തൊട്ടുപുറകെ ഒൻപതാം പൊസിഷനിൽ നമ്മുടെ സ്വന്തം അക്ബർ ഖാനാണ്. 11,990 വോട്ട് നേടി അക്ബർ ഖാൻ 9ാം സ്ഥാനത്തുണ്ടായിരുന്നു. അക്ബറിന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റവും കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയ്റ്റുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കാണുമ്പോഴും ആൾക്കാരൊക്കെ വെറുപ്പും തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടവും തോന്നുന്നുണ്ട്. അപ്പോൾ അതേ കണക്ക് കൂടിയും കുറഞ്ഞാണ് വോട്ട് നിൽക്കുന്നത്. അപ്പോൾ തൊട്ടുപുറകെ 10ാം സ്ഥാനത്ത് അക്ബർ ഖാൻ അഭിലാഷുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ മണിക്കൂറുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 9ാം സ്ഥാനത്താണ് അക്ബർ ഖാൻ. തൊട്ടുപുറകെ 10ാം സ്ഥാനത്ത് ഫാമിലി ഓഡിയൻസ് കൈവിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിന്നിയെ 11,670 വോട്ട് നേടി നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ബിന്നി നല്ല രീതിയിലുള്ള ബിഗ് ബോസിൻ്റെ വീട്ടിനകത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ് കാഴ്ചവെച്ചാൽ ബിന്നിക്ക് ഇനിയും സേഫിലോട്ട് മാറാം. ഇപ്പോൾ സേഫ് സോണിലാണ്. നല്ല രീതിയിൽ വോട്ടിംഗ് ഇടിവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. തൊട്ടുപുറകെ 11ാം സ്ഥാനത്ത് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം അപ്പാനി ശരത്ത് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. എന്നാലും ബിന്നിയെ വെട്ടിക്കുന്ന വോട്ട് അപ്പാനി ശരത്തിന് കിട്ടിയിട്ടുണ്ട്. 11,387 വോട്ടിൻ്റെ അധിക ഭൂരിപക്ഷത്തിൽ അപ്പാനി ശരത്ത് 11ാം സ്ഥാനത്തുണ്ടായിരുന്നു. അപ്പാനി ശരത്തിന് ചിലപ്പോൾ ഈ മണിക്കൂറുകളിൽ ബിന്നിയെ വെട്ടിക്കാനുള്ള ചാൻസുണ്ട്. ബിന്നിയുടെ വോട്ടും ചിലപ്പോൾ മറിയാനുള്ള ചാൻസുമുണ്ട്. എന്തായാലും ഇപ്പോൾ 11ാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം അപ്പാനി ശരത്തേട്ടൻ. അപ്പോൾ 12ാം സ്ഥാനത്ത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ പൊന്നുമണി ലാലേട്ടനെ വരെ എന്തും കാണിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം അവൻ വിശേഷിപ്പിക്കുന്ന ഒരാൾ ആര്യൻ.
ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 17,700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യൻ നിൽക്കുന്നത്. ആര്യന് നല്ല വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നില്ല, എന്നാലും വോട്ട് വരുന്നുമുണ്ട് എന്നേ പറയാൻ നോക്കൂ. എന്തായാലും നല്ല വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ കാഴ്ചവെക്കുന്നില്ല ആര്യൻ ഇന്നത്തെ ദിവസം. തൊട്ടുപുറകെ 13-ാം സ്ഥാനത്ത് റെന ഫാത്തിമയാണ്. 10,500 വോട്ട് നേടി റെന ഫാത്തിമ ഡേഞ്ചർ പൊസിഷനിലാണ്. ഈ ആഴ്ച 3 പേര് ഔട്ടാവുകയാണെങ്കിൽ റെന ഫാത്തിമ ഔട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. തൊട്ടുപുറകെ 14-ാം സ്ഥാനത്ത് ഉണിയൽ സാബുവിന് നല്ല വോട്ട്. 14-ാം സ്ഥാനത്ത് ഉണിയൽ സാബുവാണ്. 10,102 വോട്ട് നേടി ഉണിയൽ സാബുവിന് വോട്ടിംഗ് മുന്നേറ്റം വലുതായിട്ട് കണ്ടുവരുന്നില്ല. ഈ നല്ല രീതിയിലുള്ള ഡേഞ്ചർ പൊസിഷനിലാണ് ഉണിയൽ സാബു. തൊട്ടുപുറകെ 15-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ പൊസിഷനിലാണ് ഉണിയൽ സാബു. 10,102. നല്ല രീതിയിലുള്ള ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഉണിയൽ സാബു. നല്ല രീതിയിലുള്ള കണ്ടന്റ് കാഴ്ചവെച്ചില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പുറത്തു പോയി പെട്ടി പാക്ക് ചെയ്ത് പോവാം. തൊട്ടുപുറകെ 15-ാം സ്ഥാനത്ത് കട്ടപ്പ ശൈത്യയാണ്. ശൈത്യ സന്തോഷാണ്. ശൈത്യക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 9,990 ഒന്നുകൂടെ ഞാൻ നോക്കിക്കോട്ടെ. 9,990 വോട്ട് നേടി എപ്പോഴും ഡേഞ്ചർ പൊസിഷനിലാണ് ശൈത്യ സന്തോഷ്. ഇതുവരെ ഒരു മുന്നേറ്റം വോട്ടുകളിൽ കണ്ടുവരുന്നില്ല. നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവാണ് ഈ മണിക്കൂറുകളിൽ കണ്ടുവരുന്നത്. ഈ ആഴ്ചയിൽ പുറത്താവാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ശൈത്യയാണ് എന്നേ പറയാമോ. കട്ടപ്പ ശൈത്യയാണ്. അപ്പോൾ നമ്മുടെ ഈ വോട്ടിംഗ് റിസൾട്ടിൻ്റെ വീഡിയോയും ബിഗ് ബോസ് റിലേറ്റഡായ വീഡിയോയും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ലൈക്ക് എനിക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഹാപ്പി ഓണം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു.